18 4x2 ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ കമ്പനി സർവീസ് വെറും 39,000 കിലോമീറ്റർ. വെറും 39,000. കമ്പനി 42,000 സിംഗിൾ ഓണർ. അതും ലോ കിലോമീറ്റർ വണ്ടി. 2000 എത്രയാണ് മോഡൽ വരുന്നത്? 2013 മോഡൽ. 27,000 കിലോമീറ്റർ മാത്രമേ VXi 2019 കസ്റ്റമർ വിളിക്കുമ്പോൾ നമ്മൾ ഫോട്ടോ ബാക്കി മലയാളി മീഡിയയിലെ ഒരു ലോ കിലോമീറ്റർ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോ കിലോമീറ്റർ ഓടിയ വണ്ടികൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അതും ഫോർച്യൂണർ ഉണ്ട്, താറുണ്ട്, ഓടി ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്, ഇന്നോവ ഉണ്ട്, ഇനി ചെറുവണ്ടി നോക്കുന്നവർക്ക് സ്വിഫ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാം നല്ല അടിപൊളി റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത ലോ കിലോമീറ്റർ ഓടിയ സർവീസ് ഹിസ്റ്ററിലുള്ള വണ്ടിയാണ്. ഫോർച്യൂണർ നോക്കുകയാണെങ്കിൽ വെറും 32,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. താറ് നോക്കുകയാണെങ്കിലോ വെറും 43,000 കിലോമീറ്റർ ഓടിയ വണ്ടി. അതും 2.5 ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്ത സൺറൂഫ് അടക്കം ചെയ്ത വണ്ടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടോളി, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കായിട്ട് പോവാം. അപ്പോൾ സിദ്ദിഖ, വീണ്ടും മലയാളി മീഡിയയിലേക്ക് സ്വാഗതം. എങ്ങനെ നിങ്ങൾക്ക് ഈ ചെറിയ ലോ കിലോമീറ്റർ ഓടിയ വണ്ടികളിട്ടുണ്ട്? ലോ കിലോമീറ്റർ വണ്ടിയാണ് പെട്ടെന്ന് കസ്റ്റമർ ചോദിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് വരലാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കിട്ടാത്തൊരു സംഭവമാണ് ലോ കിലോമീറ്റർ ഓടിയ വണ്ടി. അത് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അത് മാത്രമല്ല, കുറച്ച് വണ്ടികൾ നമ്മൾ കാണിക്കണുള്ളൂ. എല്ലാ വണ്ടിക്കും ഓരോ വണ്ടിയുടെ അതിൽ പ്രത്യേകതകളുണ്ട് അല്ലേ? ഓക്കെ, നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കോ? ഇത് കോഴിക്കോട് നരിക്കുനി ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് തൊട്ടടുത്ത് ഇതിന്റെ ഫ്രണ്ടിന്റെ വീടാണ്. ഇതവിടെ പുല്ലാളൂർ എന്ന സ്ഥലമാണ്. കോഴിക്കോട് നരിക്കുനി പുല്ലാളൂർ. ഓക്കെ, നമ്മുടെ ലൊക്കേഷൻ കോഴിക്കോട് നരിക്കുനി പുല്ലാളൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ വരുന്നത്. ഓക്കെ, നരിക്കുനി തന്നെയാണ് വരുന്നത്. ഇനി വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ സാധിക്കും. ഇനി ഇത് മാത്രമല്ല, നമ്മൾക്ക് ഒരുപാട് 20-25ഓളം ക്രിസ്റ്റകൾ നമ്മുടെ കയ്യിൽ വേറെ വീഡിയോ പോയിട്ടുണ്ട്. അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, ഇന്നോവ 5 ഇന്നോവ വേറെ ഉണ്ട്. വേറെ ഉണ്ട്, ഇത് കാണിക്കാതെ പിന്നെ കുറച്ച് ദൂരം പോകുന്നത്. ഓക്കെ, ക്രിസ്റ്റ നോക്കുകയാണെങ്കിൽ ഏകദേശം 18-19 ക്രിസ്റ്റ നമ്മുടെ വീഡിയോ ചെയ്താണല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ഒരുപാട് ക്രിസ്റ്റകൾ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടോളി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി. അപ്പോൾ നമുക്ക് ലോ കിലോമീറ്റർ എപ്പിസോഡിലേക്കാണ് കിടക്കാം. ആദ്യമായിട്ട് പിടിച്ചോളി, ലോ കിലോമീറ്റർ ഓടിയ സ്വിഫ്റ്റ്. വെറും 27,000 കിലോമീറ്റർ മാത്രമോടെ VXi 2019. ഓക്കെ, 18-19 രജിസ്ട്രേഷന്. ഓക്കെ, സിംഗിൾ ഓണർ ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, ഈ വണ്ടി കാര്യങ്ങളൊന്നുമില്ല, ഒറിജിനൽ സർവീസ് ഹിസ്റ്ററിലാണ് വണ്ടി. ഓക്കെ, പുത്തൻ വണ്ടി കൊണ്ടെടുക്കുന്ന രീതിയിൽ കൊണ്ടെടുക്കാം അല്ലെ? VXi ഓപ്ഷൻ. ടയർ എത്ര ഉണ്ട്? ഏകദേശം ഒരു ടയർ ഒരു 2 ടയർ പുതിയതാണ്. ഫ്രണ്ടിലത്തെ അല്ലേ? അതെ. ബാക്കിലൊരു 60 ആവറേജ്. ഓക്കെ, ടയർ ഉണ്ട്. ഫ്രണ്ടിലൊരു 80, ബാക്കിലൊരു 60. ഇന്റീരിയർ ഭാഗത്തേക്ക് പുതിയ ടയർ, പുതിയ ടയർ 95%. ഓക്കെ, ബാക്കിലൊരു 60%. ഓക്കെ, VXi ആണ്. 4 ഡോർ പവർ വിൻഡോ, കമ്പനി സെറ്റ്, സ്റ്റിയറിംഗ് കൺട്രോൾ, ഡുവൽ എയർ ബാഗ് വരുന്ന ഒരു ഫാമിലി കാർ അല്ലേ? മെയിൻ്റെനൻസ് കുറവുള്ള ഒരു വണ്ടി കൂടിയാണ്. ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അപ്പൊ എത്രയാണ് ഈ സ്വിഫ്റ്റിന് നമ്മൾ ആസ്ക് ചെയ്യുന്നത്? ഇത് 5,65 കൊടുക്കാം. 5,67,000. 2018-19 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടി 5,65,000. അതൊന്നും കുറച്ച് തരും, ലോണും ചെയ്ത് കൊടുക്കാം അല്ലേ? ലോൺ കിട്ടും. ഓക്കെ, നമുക്ക് അതും ഒറിജിനൽ കേരള വണ്ടി, റീവണ്ടി ഒന്നും അല്ല അല്ലേ? ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് വീണ്ടും ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയിലേക്ക് തന്നെ കിടക്കാം. ഫോർച്യൂണർ. ഇത് എത്ര മോഡല്? ഫോർച്യൂണർ 2018 4x2 ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ കമ്പനി സർവീസ് വെറും 39,000 കിലോമീറ്റർ. വെറും 39,000. കമ്പനി കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി, ജെനുവിൻ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഫോർച്യൂണർ ഈ ലോ കിലോമീറ്റർ ഓടിയ ക്രിസ്റ്റ, അതുപോലെ തന്നെ ഫോർച്യൂണർ, ഇന്നോവ ഒക്കെ കിട്ടാൻ നല്ല പാടാണ്. ഒട്ടുമിക്ക വണ്ടികളും 1ന്റെ മുകളിൽ, അതേപോലെ തന്നെ 90,000 ആ ഒരു ലെവലിൽ ഓടിയിട്ടുണ്ടാവും. പിന്നെ ടയർ എത്ര ശതമാനം ഉണ്ട്? കമ്പനി ടയർ. ഓക്കെ, കമ്പനി ടയർ അല്ലേ? ഓക്കെ, 39,000 കിലോമീറ്റർ ഓടിയ ടയർ. ഓക്കെ, 2 വീൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അത് നല്ല അട്രാക്റ്റീവ് സിൽവർ കളറിൽ വരുന്ന വണ്ടി അല്ലേ? ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ പക്കാ ലക്ഷറി ഇന്റീരിയർ ആണ്. ക്ലൈമറ്റ് കൺട്രോൾ, AC, ടച്ച് സ്ക്രീൻ, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്, കമ്പനി ലെതർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. ഓക്കെ, എത്ര കൊടുക്കാം നമുക്ക് ഈ വണ്ടി? ഇത് 24,90 കൊടുക്കാം. 24,90,000 രൂപ. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തൂടെ നമുക്ക്? ചെറിയൊരു നീക്കോക്ക് ചെറുതായിട്ട് എന്തെങ്കിലും നമുക്ക് മാറ്റി വരുത്തി തരാം. ലോ കിലോമീറ്റർ വണ്ടിയാണ് ഇത്. ലോൺ നമ്പർ ആയിട്ടേ കിട്ടുട്ടോ. നമ്പർ ആയി കഴിഞ്ഞ് മാത്രമേ ലോൺ കിട്ടുള്ളൂ. ടാക്സ് അടിക്കാൻ കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് ലോൺ അപേക്ഷിക്കും ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾക്ക് എപ്പോഴും കിട്ടിയെന്ന് വരില്ല. ലോ കിലോമീറ്റർ വണ്ടി ഇപ്പം കിട്ടിയേ കിട്ടൂ, പിന്നെ കിട്ടൂല. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ലോ കിലോമീറ്റർ താറ് പരിചയപ്പെടാം. 2.5 ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്ത
വെറും 42,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ഹാർഡ് ടോപ്പ് ചെയ്തിരിക്കുന്നത് സീറ്റെല്ലാം ബക്കറ്റ് സീറ്റ് ചെയ്തിട്ടുണ്ട്. സൺറൂഫ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ടയർ ഏകദേശം ഒരു 50-60% ടയർ അലോയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹാർഡ് ടോപ്പ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ജസ്റ്റ് ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. 4x4 അല്ലേ? 4x4 മാനുവൽ വരുന്നുണ്ട്. നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. സൺറൂഫ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഹാർഡ് ടോപ്പ് ആക്കിയിട്ടുണ്ടല്ലേ വണ്ടി? ഓക്കെ, നമുക്ക് എത്ര കൊടുക്കാം? 6,45,000 കൊടുക്കാം. 6,40,000 രൂപക്ക് ഏകദേശം നമുക്കൊരു ചെറിയൊരു ഇതില് തുകന്റെ നമ്പർ ആക്കി കൂടെ വണ്ടി. ഓക്കെ, ചെറിയ പൈസക്ക് നമ്പർ ആക്കിയിട്ട് വേണമെങ്കിൽ ലോണും ചെയ്യാം. ഈ വണ്ടി എടുക്കുന്നവർക്ക് 2.5 ലക്ഷം എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഫ്രീ. കൂടുതലുണ്ടാവില്ലേ? ഓക്കെ, സൺറൂഫ് അടക്കം വരുന്ന വണ്ടി കൂടിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഇനി നമുക്ക് കുറച്ച് മൈലേജ് ഉള്ള ഓഡി പരിചയപ്പെടാം. ഓഡി A4, അതും ലോ കിലോമീറ്റർ വണ്ടി. 2000 എത്രയാണ് മോഡൽ വരുന്നത്? 2013 മോഡൽ. ഓണർഷിപ്പോ സെക്കൻഡ് ഓണർ അല്ലേ? ഓക്കെ, ഏകദേശം എക്സ് ലൈനിലെ ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട്. നമ്പർ ആയ വണ്ടി. ഓക്കെ, സെക്കൻഡ്. ഇനി വേണമെങ്കിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം ഈ വണ്ടി. 2013 മോഡൽ അല്ലേ? ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ജെനുവിൻ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് എടുക്കാം അല്ലേ? ഓക്കെ, ഫുൾ ഓപ്ഷൻ ഓടിയാണ്. ഒരു 18-17 ആ റേഞ്ച് നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം. ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല കോസ്റ്റ്ലി ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? പക്ക വണ്ടി. എത്ര കൊടുക്കാം നമുക്ക്? ഇത് 11,75,000 രൂപക്ക് നമുക്ക് വേണമെങ്കിൽ ലോണും ചെയ്ത് കൊടുത്തൂടെ? നമ്പർ ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ലോൺ വേണമെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം അല്ലേ? ഇനി നമുക്ക് ബെൻസ് വേണമെങ്കിൽ അതുണ്ട്. ML 350 കൊടുത്ത വണ്ടിയാ? നമ്പർ ആക്കിയിട്ട് പാർട്ടി ദുബായിന്ന് വീഡിയോ കോളിൽ കച്ചവടം ചെയ്താണ്. ഓക്കെ, വണ്ടി പാർട്ടി കൊണ്ടുപോയി ഇപ്പോൾ അവിടെ കിടക്കുകയാണ്. ഓക്കെ, വണ്ടി കച്ചവടമായ വണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തായിട്ട് ക്രിസ്റ്റ പരിചയപ്പെട്ടൂടെ? ക്രിസ്റ്റ ലോ കിലോമീറ്റർ 2016 കുറച്ച് ഓടിക്കുന്നത്. 2016 G ഓട്ടോമാറ്റിക്. സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഇത് 13,80 കൊടുക്കാം. എത്ര കിലോമീറ്റർ ഓടിയാണ്? 1.36 ഓടിക്കുന്നത്. 1.36. ഇതിനെ സംബന്ധിച്ച് ഇതൊക്കെ ചെറിയ ഓട്ടാണ്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ. ഓക്കെ, ഓട്ടോമാറ്റിക് G4. ഇന്റീരിയർ വരുമ്പോൾ അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീന്, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. എത്ര കൊടുക്കാം നമുക്ക്? 13,90,000 NOC കൊടുക്കാം. 13,90,000 രൂപക്ക് ഓട്ടോമാറ്റിക് ക്രിസ്റ്റ എവിടെന്നെങ്കിലും കിട്ടും നമുക്ക് ഈ ഒരു പ്രൈസിന് അല്ലേ? ഓഫർ പ്രൈസിൽ നമുക്ക് കൊടുക്കാം. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഇന്നോവ പരിചയപ്പെടാം. അതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇന്നോവ 2015 നവംബർ 1,14,000 കിലോമീറ്റർ. 14,000 G4 V ആണോ? V ഓപ്ഷൻ. ഇത് കോഴിക്കോട്ടേക്ക് NOC എടുത്ത വണ്ടിയാണ്. ഓൾറെഡി NOC ആയ വണ്ടിയാണ്. ഇത് നിലവിൽ സിംഗിൾ ഓണർ ആണ്. ഫുൾ കമ്പനി സർവീസ്. എത്ര കിലോമീറ്റർ ആണ്? 1,14,000 അല്ലേ? ഓക്കെ, ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾ. വേറെ 4 പീസ് വേറെ ഉണ്ട് കേട്ടോ. ഒരു വൈറ്റ് ഉണ്ട്, 2 ഗോൾഡൻ കളർ ഉണ്ട്. G4 V ഉണ്ട്. V ഉണ്ട്, G ഉണ്ട്, Z ഉണ്ട്. കസ്റ്റമർ വിളിക്കുമ്പോൾ നമ്മൾ ഫോട്ടോ ബാക്കി ചെയ്ത് കൊടുക്കാം. ഇന്റർകൂളർ എഞ്ചിനോട് കൂടി വരുന്ന വണ്ടിയാണ്. എത്ര കൊടുക്കാം നമുക്ക്? ഇത് 9,60,000 കൊടുക്കാം. NOC 9,60,000 വണ്ടി നമുക്ക് NOC കൊടുക്കാം അല്ലെ? നമ്പർ ആക്കാൻ ചെറിയൊരു തുക ഉണ്ടെങ്കിൽ നമ്പർ ആക്കും ചെയ്യാം അല്ലെ? 1,00,000 മുകളിലുണ്ടെങ്കിൽ അല്ലേ? അപ്പോൾ ഗൈസ്, ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ലോ കിലോമീറ്റർ വണ്ടി തപ്പി നടക്കുന്നവർക്ക് ഇത് നല്ലൊരു അവസരമായിരിക്കും അല്ലേ? അപ്പോൾ ആരും ഈ അവസരം വിട്ടുകളയരുത്. ലോ കിലോമീറ്റർ ഫോർച്യൂണർ, താറ്, അതുപോലെ തന്നെ സ്വിഫ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? പിന്നെ അത് മാത്രമല്ല ഓഡി A4 എല്ലാ വണ്ടികളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല ക്രിസ്റ്റ നോക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സെക്ഷൻ വരെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും ഗുഡ് ബൈ.